വിഴിഞ്ഞത്ത് ബോട്ട് മറിഞ്ഞ് കാണാതായ മത്സ്യത്തൊഴിലാളിക്കായി ഇന്നും തിരച്ചിൽ തുടരുകയാണ്. അതേസമയം രക്ഷപ്പെടുത്തിയ 4 മത്സ്യത്തൊഴിലാളികളെ ഇന്ന് വിഴിഞ്ഞത്ത് എത്തിക്കും. വിവരങ്ങളുമായി സൂര്യഗായത്രി ചെയ്യുന്നുണ്ട്. സൂര്യഗായത്രി, രക്ഷാപ്രവർത്തനം ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? കൂടുതൽ വിവരങ്ങൾ. അതിര 8 മത്സ്യത്തൊഴിലാളികളെയും കണ്ടെത്താൻ കഴിഞ്ഞതിന്റെ ആശ്വാസം തീരത്തുണ്ടായിരുന്നു. അതിൽ 4 പേരെയും ഇന്നലെ വൈകിട്ടോടുകൂടി തീരത്ത് എത്തിക്കുകയും പ്രാഥമിക ശുശ്രൂഷകൾ നൽകി അവരെ വീട്ടിലേക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി 4 പേർ കൂടിയാണ് വരാനുള്ളത്. അതായത് ഇവർ 7 ബോട്ടുകളാണ് വ്യാഴാഴ്ച വൈകിട്ട് 3:45 മത്സ്യബന്ധനത്തിന് പോയിട്ടുണ്ടായിരുന്നത്. അതിൽ 5 ബോട്ടുകളും അതിലുണ്ടായിരുന്നവരും സുരക്ഷിതരായിട്ട് തിരികെ എത്തിയിട്ടുണ്ടായിരുന്നു. 2 ബോട്ടുകളാണ് തിരികെ എത്താതിരുന്നത്. അതിൽ വലിയ ആശങ്കയാണ് മത്സ്യത്തൊഴിലാളികൾക്ക് ഉണ്ടായിരുന്നത്. അതേ തുടർന്നാണ് പിന്നീട് അന്വേഷിച്ച് പോയിട്ടുണ്ടായിരുന്നത്. അതിൽ ഒരു ബോട്ട് ഉൾക്കടലിൽ വെച്ച് ഇന്ധനം തീർന്ന് തിരിച്ചു വരാൻ കഴിയാത്ത അവസ്ഥയിൽ കിടക്കുകയായിരുന്നു. മറ്റൊന്ന് അപകടത്തിൽപ്പെട്ട് വള്ളം തലകീഴായി മറിഞ്ഞു കിടക്കുകയായിരുന്നു. ഇതിൽ ഇന്ധനം തീർന്നവരെയാണ് തിരിച്ച് പെട്ടെന്ന് തന്നെ കണ്ടെത്താനും അവരെ ഉടനടി തന്നെ കരയിലേക്ക് എത്തിക്കാനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. നിലവിലിപ്പോൾ ഈ വള്ളം മറിഞ്ഞ അപകടത്തിൽപ്പെട്ടവരെയാണ് തിരിച്ചിനി കൊണ്ടുവരേണ്ടത്. അവർ സുരക്ഷിതരാണ്. മറ്റൊരു മത്സ്യബന്ധന വള്ളം ഈ സമീപത്തോട് പോയ സമയത്താണ് ഇവർ അപകടത്തിൽപ്പെട്ട് കിടക്കുന്നത് കണ്ടതും അവരെ രക്ഷിക്കുന്നതും. 4 പേരുടെയും ആരോഗ്യാവസ്ഥയ്ക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. 4 പേരും എല്ലാ അർത്ഥത്തിലും സുരക്ഷിതരാണ് എന്നുള്ളതാണ്. ആ മത്സ്യബന്ധനത്തിന് പോയ ബോട്ട്, അതായത് ഇവരെ കണ്ടെത്തിയ ബോട്ട് മത്സ്യബന്ധനം പൂർത്തിയാക്കിയതിനു ശേഷമേ മടങ്ങിയെത്തുകയുള്ളൂ എന്നുള്ളത് ഇന്നലെ അറിയിച്ചിട്ടുണ്ടായിരുന്നതാണ്. അതേ തുടർന്നാണ് അവരെ 4 പേരെയും ഇവരോടൊപ്പം തന്നെ കരയിലേക്ക് ഇന്നലെ എത്തിക്കാൻ കഴിയാതെ പോയത്. എന്തായാലും കുളച്ചലിൽ ഇവരെ നിന്ന് അവരെ അവിടെ എത്തിക്കും. അതിനുശേഷം വിഴിഞ്ഞത്തെ ഇവരുടെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ഉൾപ്പെടെയുള്ളവർ അവിടെ ചെന്ന് അവരെ കൂട്ടിക്കൊണ്ട് വരുമെന്നുള്ള വിവരമാണ് ഇന്നലെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. അതിനു മുൻപ് തന്നെ അവർക്ക് എന്തെങ്കിലും പ്രാഥമിക ശുശ്രൂഷകളൊക്കെ നൽകണമെങ്കിൽ അത് നൽകിയതിനു ശേഷമായിരിക്കും അവരെ തിരിച്ചു വിഴിഞ്ഞത്തേക്ക് കൊണ്ടുവരിക. എന്തായാലും വള്ളത്തിൽ മത്സ്യബന്ധനത്തിനായിട്ട് പോയി കാണാതെ പോയ 8 പേരും സുരക്ഷിതരാണ്. അതിൽ 4 പേരെയും കൂടിയാണ് ഇനി വിഴിഞ്ഞം തീരത്തേക്ക് എത്തിക്കേണ്ടതുള്ളത്. അവരും ഉടൻ തന്നെ എത്തുമെന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അതേസമയം തന്നെ ഈ വള്ളം മറിഞ്ഞ് അപകടം സംഭവിക്കുകയും ഒരാളുടെ മരണത്തിനിടയാക്കുകയും ചെയ്ത ഒരു സംഭവമുണ്ട്. അതിൽ ഇതുവരെയും ഒരാളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. 5 പേരടങ്ങുന്നവരാണ് ഈ മത്സ്യബന്ധനത്തിനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അതിൽ 3 പേർ അപകടം സംഭവിച്ച ഉടൻ തന്നെ തിരിച്ച് കരയിലേക്ക് നീന്തി കയറിയിട്ടുണ്ടായിരുന്നു. ഒരാളുടെ മൃതദേഹമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിൽ ഒരാളെ ഇപ്പോഴും കാണാതില്ല. സ്റ്റെല്ലസ് എന്ന വ്യക്തിയാണ് കാണാതെ പോയിരിക്കുന്നത്. സ്റ്റെല്ലസിന് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ ഇപ്പോഴും നടക്കുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സ്റ്റെല്ലസ് തിരിച്ചെത്തുമെന്നുള്ള പ്രതീക്ഷയോടെ സ്റ്റെല്ലസിന്റെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ഇപ്പോഴും വിഴിഞ്ഞത്ത് കാത്തിരിക്കുന്നുണ്ട്. ആ ഒരു വിഷമം മാത്രമാണ് വിഴിഞ്ഞം തീരത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിലവിലുള്ളത്. മറ്റ് 8 പേരെയും സുരക്ഷിതരായിട്ട് തന്നെ കരയിലേക്ക് എത്തിക്കാൻ കഴിയുന്നതിന്റെ സന്തോഷം വിഴിഞ്ഞം തീരത്തിനുണ്ട്. അതേസമയം തന്നെ മത്സ്യബന്ധനത്തിനൊക്കെ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത തന്നെ പാലിക്കണം എന്നുള്ള നിർദ്ദേശം മത്സ്യത്തൊഴിലാളികൾക്ക് ഇപ്പോഴും നൽകിയിട്ടുണ്ട്. സൂര്യഗായത്രി, മത്സ്യത്തൊഴിലാളികൾക്കായി തിരച്ചിൽ തുടരുമ്പോൾ മറ്റൊരു ഭാഗത്ത് സംസ്ഥാനത്ത് കനത്ത മഴ കുറയുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ഇന്ന് ഏതൊക്കെ ജില്ലകൾക്കാണ് മുന്നറിയിപ്പുള്ളത്?